ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്നത് ഒരു സിംറ്റം മാത്രമാണ്. ഒരുപാട് ആളുകളുണ്ട്. അതായത് മറ്റുള്ളവരുടെ സമയത്തിനും അധ്വാനത്തിനും ഒട്ടും വില കൽപ്പിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെ ഉള്ളവരെ കുറിച്ചിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരാതികൾ ഫെഫ്കയ്ക്കും നിർമ്മാതാക്കളുടെ അസോസിയേഷനും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെ എല്ലാം വരുന്ന ദിവസങ്ങളിൽ നേരിട്ട് കാണാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള പരാതികളുള്ളവരെ നേരിട്ട് വിളിച്ചു വരുത്തുവാനും കാണുവാനും സംസാരിക്കുവാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ മാത്രമേ ഇവിടെ ഒരു ശുദ്ധീകരണം എന്ന വാക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ഒരു തിരുത്തലെങ്കിലും ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്നു മുതൽ എല്ലാ ലൊക്കേഷനിലും ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ദിസ് വർക്ക് സ്പേസ് ഈസ് ഡ്രഗ് ഫ്രീ എന്ന് പറയുന്ന ക്യാമ്പയിൻ. നാളെ മുതൽ നിങ്ങൾക്കതിൻ്റെ വിഷ്വൽസ് കിട്ടിത്തുടങ്ങും. ഇന്ന് സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ അതുണ്ടായി. ജയസൂര്യ മിഥുൻ മാനുവൽ നിർമ്മിക്കുന്ന ജയസൂര്യയുടെ ലൊക്കേഷനിൽ അത് ഉണ്ടായിട്ടുണ്ട്. എബ്രിഡ് ഷൈൻ്റെ ലൊക്കേഷനിൽ അത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ ലൊക്കേഷനിലാണ് ഉണ്ടായിരിക്കുന്നത്? ആസിഫ് അലിയുടെ ലൊക്കേഷനിൽ ഇന്നിപ്പോൾ വൈകുന്നേരം അതുണ്ടാവും. അതിൻ്റെ ചിത്രങ്ങളെല്ലാം നാളെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. വീഡിയോ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഞങ്ങൾ ചെറിയ ഈ ഷോർട്ട് ഫിലിമുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നിർമ്മിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും പൊതുസമൂഹം ഇപ്പോൾ എടുക്കുന്നൊരു നിലപാടുണ്ടല്ലോ, കേരളം ലഹരി വിമുക്തമാകണം എന്നുള്ളത്. അതിനൊപ്പമാണ് ഞങ്ങൾ ഏതായാലും നിശ്ചയദാർഢ്യത്തോടെ ഞങ്ങളുടെ തൊഴിലിടത്തെയും ലഹരിമുക്തമാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങളിപ്പോൾ. അത് ആത്മാർത്ഥമായി ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്, കാർക്കശ്യത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. അതോടൊപ്പം മാനുഷികമായ പരിഗണനകൾ മുമ്പിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. ഞാൻ പറഞ്ഞതിൽ നിന്ന് അത് വ്യക്തമാണല്ലോ. അതെ, ഞങ്ങൾ IC റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ അതിൻ്റെ ലീഗാലിറ്റിയെ ഒട്ടും തന്നെ ഡിസ്റപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയുന്നത്, പല മാധ്യമ വാർത്തകളിലും ഞാൻ കണ്ടു, ഒത്തുതീർപ്പിലായി, അതുപോലെ ഇതിനാണോ നമ്മൾ ഈ പങ്കപ്പാടെല്ലാം ഉണ്ടായത് എന്നുള്ള മറ്റുള്ള വാർത്തകളൊക്കെ ഞാൻ കണ്ടു. ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകാം, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുട്ടിയോട് ചോദിക്കാവുന്നതാണ്. ഒരു തരത്തിലുള്ള ഇടപെടലും നിർമ്മാതാക്കളുടെ അസോസിയേഷനോ ഫെഫ്കയോ ആക്ടേഴ്സ് അസോസിയേഷനോ പിന്നെ വിൻസിയുടെ മുകളിൽ നടത്തിയിട്ടില്ല. ഒരു തരത്തിലുള്ള സ്വാധീനത്തിന് ശ്രമിച്ചിട്ടില്ല. അവരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു ഭയവും കൂടാതെ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാമെന്ന്. അവർ തുറന്ന് സംസാരിച്ച് കാണുമെന്ന് ഞാൻ കരുതുന്നു. ആ റിപ്പോർട്ട് എന്തായാലും അത് നടപ്പിലാക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധമാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതിനകത്ത് എന്ത് നടപടി എടുത്താലും അവരോടൊപ്പമായിരിക്കും പ്രശ്നം. അതിനകത്തൊരു സംശയമില്ല. സാധാരണ ഏത് പരാതി വന്നാലും ശ്രീനാഥ് വാസി, ഷൈൻ ടോം ചാക്കോ രണ്ട് പേരിലാണ് വരുന്നത്. അതിനപ്പുറത്തേക്കുള്ളവർ ഇതിനകത്തുണ്ട് എന്നൊക്കെ ഇന്നലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. വ്യാപകമായി ഇതിനകത്ത് അന്വേഷിച്ച് നിർത്തുകയാണ് വേണ്ടത് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അത്തരം ആളുകളുണ്ട്, അവരെ ഞങ്ങൾ കാണുന്നുണ്ട്, അത്തരം പരാതികളുണ്ട്. കാരണം ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ 1-2 പേരുടെ പേരുകളാണ് പെട്ടെന്ന് വെളിയിലേക്ക് വരുന്നത്. പക്ഷേ ഈ പേരുകൾക്ക് അപ്പുറമുള്ള പേരുകളുണ്ട്. ഇതിനകത്ത് ആക്ടേഴ്സിനെ മാത്രമല്ല ഞങ്ങൾ ബ്ലെയിം ചെയ്യുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളുണ്ട്, ഞങ്ങളുടെ അംഗങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കെതിരെ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് കാലതാമസമില്ല കേട്ടോ, അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്ത് ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ ഫെഫ്കയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തുടർന്നും ഉണ്ടാവും. മറ്റുള്ള സംഘടനകളിലെ ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, നടപടിയെടുക്കാൻ സാധ്യമല്ലല്ലോ. പക്ഷേ ആ സംഘടനയും കൂടി അറിയിച്ചുകൊണ്ടാണ് ഞങ്ങളിത് ഷൈനോട് സംസാരിച്ചത്. ബാക്കിയുള്ളവരോട് സംസാരിക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന മുഴുവൻ ലൊക്കേഷനിലും ഞങ്ങളൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ അവിടുത്തെ സർവൈലൻസ് കമ്മിറ്റി വളരെ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ വണ്ടികൾക്ക്, കാരവനുകൾക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മേക്കപ്പുകാരൻ അസിസ്റ്റൻ്റ്, കോസ്റ്റ്യൂം അസിസ്റ്റൻ്റ് തുടങ്ങിയ എല്ലാവർക്കും കർശനമായ നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിലും ഇത്തരം ഓബ്ജക്ട്സ് സൂക്ഷിക്കാൻ പാടില്ല.